ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മണി മാർക്കറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് റിക്വയേഴ്സ് ഷോർട്ട് ടേം റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ടുകളുടെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റുകളുമായി ബന്ധപ്പെട്ട മാർക്കറ്റുകളാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ക്യാഷിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഫണ്ടുകളുടെ മാർക്കറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ലെസ് ദാൻ 1 ഇയർ, മാക്സിമം ലെസ് ദാൻ 1 ഇയർ വരെയുള്ള ഷോർട്ട് ടേം ഫണ്ടുകളുടെ മാർക്കറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാലോ, ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് റിലേറ്റഡ് വിത്ത് ലോങ് ടേം ലോൺസ്. ലോങ് ടേം ലോണുകളുമായി ബന്ധപ്പെട്ട മാർക്കറ്റുകളാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ട്രഷറി ബില്ലുകൾ, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പേപ്പറുകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ബില്ല്, പിന്നെ കോൾ മണി ഓർ നോട്ടീസ് മണി എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഷെയറുകൾ, ഡിബഞ്ചറുകൾ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഈ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഫണ്ട്. മണി മാർക്കറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്. മണി മാർക്കറ്റ് എന്നുള്ള പ്രധാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഷോർട്ട് ടേം ഫണ്ടുകളുമായിട്ടാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ലോങ് ടേം ലോൺസ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്നത് ലോങ് ടേം ലോണുകളുമായിട്ടാണ്. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ടുകളും ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ലോണുകളുമാണ്. ഇനി നീഡ് എന്ന് പറയുന്നത് രണ്ടാമത്തത് നീഡ്. മണി മാർക്കറ്റ് മീറ്റ്സ് ദ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ആൻഡ് കറൻറ്റ് ബിസിനസ് ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ് കൺസേൺസ്. മണി മാർക്കറ്റ് എന്നുള്ള പ്രധാനമായിട്ടും മീറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റുകളും അതുപോലെ തന്നെ കറൻറ്റ് ബിസിനസ് ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ് കൺസേൺസ്. ബിസിനസ് കൺസേൺസിൻ്റെ കറൻറ്റ് ബിസിനസ് ഓപ്പറേഷൻസുമാണ് മണി മാർക്കറ്റ് മീറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് മീറ്റ്സ് ദ ലോങ് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ബിസിനസ് കൺസേൺസ് ആൻഡ് ഗവൺമെൻറ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത് മീറ്റ് ചെയ്യുന്നത് ബിസിനസ് കൺസേൺസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ലോങ് ടേം റിക്വയർമെൻറ്റുകളാണ്. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് നീഡ്. മണി മാർക്കറ്റ് മീറ്റ്സ് ദ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ആൻഡ് കറൻറ്റ് ബിസിനസ് ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ് കൺസേൺസ്. ഗവൺമെൻറ്റിൻ്റെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റുകളും അതുപോലെ തന്നെ ബിസിനസ് കൺസേൺസിൻ്റെ കറൻറ്റ് ബിസിനസ് ഓപ്പറേഷൻസുമാണ് മണി മാർക്കറ്റ് മീറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് മീറ്റ്സ് ദ ലോങ് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ബിസിനസ് കൺസേൺസ് ആൻഡ് ഗവൺമെൻറ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ബിസിനസ് കൺസേൺസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ലോങ് ടേം റിക്വയർമെൻറ്റുകളാണ് ക്യാപിറ്റൽ മാർക്കറ്റ് മീറ്റ് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ് ആൻഡ് ഷോർട്ട് ടേം ഗവൺമെൻറ് ബോണ്ട്സ് ആർ യൂസ്ഡ് ഇൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ പ്രധാനമായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ, ട്രഷറി ബില്ലുകൾ, ഷോർട്ട് ടേം ഗവൺമെൻറ് ബോണ്ടുകൾ എന്നിവയാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ, ട്രഷറി ബില്ലുകൾ, ഷോർട്ട് ടേം ഗവൺമെൻറ് ബോണ്ടുകൾ എന്നിവയാണ് മണി മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത്. ലോങ് ടേം സെക്യൂരിറ്റീസ് സച്ച് ആസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ ഷെയറുകളും ഡിബഞ്ചറുകളും. ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ക്വാസി ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് ഈസ് ഡെൽറ്റ് വിത്തിൻ ക്യാപിറ്റൽ മാർക്കറ്റ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത് ഷെയറുകൾ, ഡിബഞ്ചറുകൾ, ഇൻഡസ്ട്രിയൽ കൺസേണുകളുടെ ഷെയറുകളും ഡിബഞ്ചറുകളും, ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ക്വാസി ഗവൺമെൻറ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കുകളും കൊമേഴ്സ്യൽ ബാങ്കുകളുമാണ്. ബോത്ത് സെൻട്രൽ ബാങ്ക് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ മണി മാർക്കറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഫിനാൻസ് ഹൗസസ് എക്സെട്ര ആർ ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ഫിനാൻസ് ഹൗസുകളുമാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കും കൊമേഴ്സ്യൽ ബാങ്കുമാണ് മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെൻട്രൽ ബാങ്ക് ആൻഡ് ആൾ അതർ ബാങ്ക്സ് ആർ വർക്കിംഗ്. സെൻട്രൽ ബാങ്ക് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിലെ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കുകളും കൊമേഴ്സ്യൽ ബാങ്കുകളുമാണ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ഫിനാൻസ് ഹൗസുകളുമാണ്. ഇനി അഞ്ചാമത് പറയുന്നത് റിലേഷൻ വിത്ത് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കുമായിട്ടുള്ള റിലേഷൻ. സെൻട്രൽ ബാങ്ക് ആൻഡ് ആൾ അതർ ബാങ്ക്സ് ആർ വർക്കിംഗ് ആസ് എ പാർട്ട് ഓഫ് മണി മാർക്കറ്റ്.
സെൻട്രൽ ബാങ്കുകളും മറ്റുള്ള ബാങ്കുകളും മണി മാർക്കറ്റിലെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ക്യാപിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഫങ്ഷനിങ് ത്രൂ മണി മാർക്കറ്റ് ആൻഡ് ഇറ്റ് ഹാസ് നോ ഡയറക്റ്റ് കോൺട്രാക്റ്റ് വിത്ത് സെൻട്രൽ ബാങ്ക്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് മണി മാർക്കറ്റുമായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്ന ഒന്നാണ്. അതിന് സെൻട്രൽ ബാങ്കുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. സോ റിലേഷൻ വിത്ത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കുകളും മറ്റ് ബാങ്കുകളും മണി മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത് വർക്ക് ചെയ്യുന്നത് മണി മാർക്കറ്റിലൂടെ ആയതുകൊണ്ട് ഇറ്റ് ഹാസ് നോ ഡയറക്റ്റ് കോൺട്രാക്റ്റ് വിത്ത് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കുമായിട്ട് അതിന് ഡയറക്റ്റ് കോൺട്രാക്റ്റ് ഇല്ല. ഇനി ആറാമത് പറയുന്നത് റെഗുലേഷൻ ഓഫ് ദ മാർക്കറ്റിൻ്റെ റെഗുലേഷൻ. കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ക്ലോസ്ലി റെഗുലേറ്റഡ് ഇൻ ദ മണി മാർക്കറ്റ്. കൊമേഴ്സ്യൽ ബാങ്കുകൾ മണി മാർക്കറ്റുമായിട്ട് ക്ലോസ്ലി റെഗുലേറ്റഡ് ആണ്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് മച്ച് റെഗുലേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് റെഗുലേറ്റ് ചെയ്തിട്ടില്ല. സോ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ക്ലോസ്ലി റെഗുലേറ്റഡ് ഇൻ ദ മണി മാർക്കറ്റ്. കൊമേഴ്സ്യൽ ബാങ്കുകൾ മണി മാർക്കറ്റുമായിട്ട് ക്ലോസ്ലി റെഗുലേറ്റഡ് ആണ്. ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് മച്ച് റെഗുലേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുമായിട്ട് മച്ച് റെഗുലേഷൻസ് ഇല്ല. ഇനി ഏഴാമത് പറയുന്നത് ഡിഗ്രി ഓഫ് റിസ്ക്. ഡിഗ്രി ഓഫ് റിസ്ക് ഈസ് സ്മാൾ ഇൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ താരതമ്യേന റിസ്ക് എന്നുള്ളത് കുറവാണ്. ദ റിസ്ക് ഈസ് മച്ച് ഗ്രേറ്റർ ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ റിസ്ക് എന്നുള്ളത് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടേം ഫണ്ടുകളാണെങ്കിൽ മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫണ്ടുകളാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് പ്രധാനമായിട്ടും ബിസിനസ് കൺസേണുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും ലോങ് ടേം റിക്വയർമെൻറ്റുകളാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ മണി മാർക്കറ്റ് എന്നുള്ളത് മീറ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ബിസിനസ് കറൻറ്റ് ഓപ്പറേഷൻസ് ആണ്. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളും ട്രഷറി ബില്ലുകളും ഷോർട്ട് ടേം ഗവൺമെൻറ് ബോണ്ടുകളുമാണ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത് ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ക്വാസി ഗവൺമെൻറ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രിയൽ കൺസേൺസ് ആണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കുകളും കൊമേഴ്സ്യൽ ബാങ്കുകളാണ് മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ഫിനാൻസ് ഹൗസുകളുമാണ്. സെൻട്രൽ ബാങ്ക് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്കുകളാണ് മണി മാർക്കറ്റിലെ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ഫിനാൻസ് ഹൗസുകളുമാണ്. ഇനി സെൻട്രൽ ബാങ്കുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കുകളും മറ്റ് ബാങ്കുകളും മണി മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെൻട്രൽ ബാങ്കിന് ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് നേരിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. മണി മാർക്കറ്റ് വഴിയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കും ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ഡയറക്റ്റ് കോൺട്രാക്റ്റ് ഇല്ല. ഇനി റെഗുലേഷൻ ഓഫ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞത് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ക്ലോസ്ലി റെഗുലേറ്റഡ് ഇൻ ദ മണി മാർക്കറ്റ്. കൊമേഴ്സ്യൽ ബാങ്കുകൾ മണി മാർക്കറ്റുമായിട്ട് ക്ലോസ്ലി റെഗുലേറ്റഡ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് മച്ച് റെഗുലേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് മച്ച് റെഗുലേറ്റഡ് അല്ല. ഇനി ഡിഗ്രി ഓഫ് റിസ്ക് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് റിസ്ക് എന്നുള്ളത് മണി മാർക്കറ്റിൽ സ്മാളാണ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡിഗ്രി ഓഫ് റിസ്ക് എന്നുള്ളത് കൂടുതലാണ്. ഇനി അടുത്തൊരു ടേമാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. എന്താണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് നോക്കാം. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഓർ MMF ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ ഏപ്രിൽ 1991. 1991 ഏപ്രിലാണ് MMF എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടു പ്രൊവൈഡ് അഡീഷണൽ ഷോർട്ട് ടേം അവന്യൂസ് ത്രൂ വിച്ച് ദ സ്മാൾ സ്കെയിൽ ഇൻവെസ്റ്റർ കുഡ് ആക്റ്റീവ്ലി ടേക്ക് പാർട്ട് ഇൻ ദ മണി മാർക്കറ്റ്. അതായത് ഒരു സ്മാൾ സ്കെയിൽ ഇൻവെസ്റ്റർക്ക് മണി മാർക്കറ്റിൽ ആക്റ്റീവ്ലി ടേക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ഷോർട്ട് ടേം അവന്യൂ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് കൊണ്ടുള്ള ഉദ്ദേശം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ലിക്വിഡിറ്റി ഫണ്ട്. ഇതിനെ നമ്മൾ ലിക്വിഡിറ്റി ഫണ്ട് എന്നും പറയാറുണ്ട്. ഇറ്റ് ഇൻവെസ്റ്റ് ഓൺലി ഇൻ സേഫ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്. സേഫ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റുകളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായിട്ടുള്ള ട്രഷറി ബില്ലുകൾ, കോർപ്പറേറ്റ് കൊമേഴ്സ്യൽ പേപ്പറുകൾ, ഇൻ്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്നിവയിലാണ് ഇത് പ്രധാനമായിട്ടും ഇൻസ്ട്രുമെൻറ്റുകളിലാണ് ഇത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഹൂ വാണ്ട് ടു ഇൻവെസ്റ്റ് ദെയർ സർപ്ലസ് ഫണ്ട്സ് ഫോർ എ ഷോർട്ട് ടേം. സർപ്ലസ് ഫണ്ടുകൾ ഷോർട്ട് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇൻവെസ്റ്റേഴ്സിന് ഇതിനെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
അതിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ ഏപ്രിൽ 1991. 1991 ഏപ്രിലാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഷോർട്ട് ടേം അവന്യൂസ് പ്രൊവൈഡ് ചെയ്യുക ത്രൂ വിച്ച് ദ സ്മാൾ സ്കെയിൽ ഇൻവെസ്റ്റർ കുഡ് ആക്റ്റീവ്ലി ടേക്ക് പാർട്ട് ഇൻ ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിലെ സ്മാൾ സ്കെയിൽ ഇൻവെസ്റ്റർക്ക് ആക്റ്റീവ്ലി ടേക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ടേം അവന്യൂസ്, അഡീഷണൽ ഷോർട്ട് ടേം അവന്യൂസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ലിക്വിഡിറ്റി ഫണ്ടുകൾ എന്നും പറയും. ഇറ്റ് ഇൻവെസ്റ്റ് ഓൺലി ഇൻ സേഫ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്. സേഫ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റുകളിലാണ് ഇത് ഇഷ്യൂ ചെയ്യാറ്. സാധാരണഗതിയിൽ ട്രഷറി ബില്ലുകൾ, കോർപ്പറേറ്റ് കൊമേഴ്സ്യൽ പേപ്പറുകൾ, ഇൻ്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്നിവയിലാണ് ഇത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാറ്. ഇൻവെസ്റ്റേഴ്സ് ഹൂ വാണ്ട് ടു ഇൻവെസ്റ്റ് ദെയർ സർപ്ലസ് ഫണ്ട്സ് ഫോർ എ ഷോർട്ട് ടേം ആയിട്ട് സർപ്ലസ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അതേപോലെ തന്നെ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതെല്ലാവരും പഠിച്ചു വയ്ക്കുക. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഓക്കെ, ഈ 2 ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണുക. ചെറിയ വീഡിയോ ആണ്, ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.